നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിന്ന് പല വിദ്യാർത്ഥികളും ഒരു ഡോക്ടർ ആകാന്നുള്ള മോഹത്തോടു കൂടി പല വിദേശ സർവകലാശാലകളിലും പോയിട്ട് MBBS ഡിഗ്രീസ് എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നിശ്ചയമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനും മെഡിക്കൽ പ്രൊഫഷനും റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൊരു ബോഡിയാണ്. ഇവര് വിദേശത്ത് പോയി MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻഷിയേറ്റ് റെഗുലേഷൻ 2021 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലാണ് നിങ്ങൾ ഒരു വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുകൂടാതെ നമ്മുടെ മെക്സിക്കോയിലെ ഇന്ത്യൻ എംബസിയിലേക്കും യുറേഷ്യ ഡിവിഷനിലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഇന്ത്യൻ കുട്ടികൾ ഫേസ് ചെയ്യുന്ന, അതായത് വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുകൂടാതെ ഒരു 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുകൂടാതെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇവർക്ക് എങ്ങനെ ഇന്ത്യയിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആവാം എന്നുള്ളതും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ FMGL റെഗുലേഷൻസ്, അതായത് ഞാൻ പറഞ്ഞ നേരത്തെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻഷിയേറ്റ് റെഗുലേഷൻസ്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ 6 കാര്യങ്ങളാണ് അവർ എടുത്തു പറയുന്നത്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. രണ്ടാമത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. മൂന്നാമത്തേത് സിലബസ് ആൻഡ് കരിക്കുലം. നാലാമത്തേത് ക്ലിനിക്കൽ ട്രെയിനിങ്. അഞ്ചാമത്തേത് ഇന്റേൺഷിപ്പ് ഓർ ക്ലർക്ക്ഷിപ്പ് അറേഞ്ച്മെന്റ്. ആറാമത്തേത് രജിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിശ്ചയമായിട്ട് നോക്കിയിരിക്കണം. അപ്പൊ ഇതിൽ ഓരോന്നും, അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും, എത്രയായിരിക്കണം കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്നുള്ളതെല്ലാം നമുക്ക് ഇപ്പൊ നോക്കാം. ആദ്യം തന്നെ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് 54 months ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ, അതായത് നിങ്ങൾ ഏത് കോളേജിലാണ് ചേർന്നത് ആ കോളേജിൽ തന്നെ നിങ്ങൾ മിനിമം 54 months എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. രണ്ടാമത്തത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇത് ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയിട്ട് അവരുടെ റീജിയണൽ ലാംഗ്വേജിലാണ് അവിടെ ഇൻസ്ട്രക്ഷൻസ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർ അനുവദിക്കില്ല. മൂന്നാമത്തേതാണ് ക്ലിനിക്കൽ ട്രെയിനിങ്. ഈ ക്ലിനിക്കൽ ട്രെയിനിങ് മസ്റ്റ് നോട്ട് ബി ഡൺ ഇൻ പാർട്സ് എന്നാണ് പറയുന്നത്. അതായത് പല പാർട്ടായിട്ടല്ല നിങ്ങൾ ഈ ക്ലിനിക്കൽ ട്രെയിനിങ് ചെയ്യേണ്ടത്. നിങ്ങളൊക്കെ സ്ട്രെച്ച് എങ്ങനെയാണോ നിങ്ങളുടെ സിലബസിലുള്ളത് അതുപോലെ തന്നെ ചെയ്യണം. അതുകൂടാതെ തന്നെ ഷുഡ് നോട്ട് ബി ഡൺ അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ് എന്നാണ് പറയുന്നത്. അതായത് പല പല കൺട്രീസിൽ പോയിട്ട് നിങ്ങൾ ക്ലിനിക്കൽ ട്രെയിനിങ് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ തന്നെയാണ് നിങ്ങൾ ക്ലിനിക്കൽ ട്രെയിനിങ് ചെയ്യേണ്ടത്. അടുത്തതാണ് നിങ്ങളുടെ സിലബസ്. നിങ്ങളുടെ സിലബസ് ഈ FMGL റെഗുലേഷൻസിന്റെ ഷെഡ്യൂൾ 1 സിലബസിനെ കുറിച്ചിട്ട് പറയേണ്ടത്. ആ സിലബസ് ആയിരിക്കണം നിങ്ങൾ അവിടെയും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് ആ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇന്ത്യയിൽ വന്നിട്ട് വാലിഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ സിലബസ് എന്താണെന്ന് നോക്കണം. അടുത്തതാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് 12 months ഓഫ് ഇന്റേൺഷിപ്പ് ഷുഡ് ബി കംപ്ലീറ്റഡ് അറ്റ് ദ സെയിം ഫോറിൻ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ, അതല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് നിങ്ങൾ 12 months ഓഫ് ഇന്റേൺഷിപ്പ് മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ ക്ലിനിക്കൽ പ്രാക്ടീസും ഇന്റേൺഷിപ്പും രണ്ടും രണ്ടാണ്. ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് ഓഫ് സ്റ്റഡിയുടെ കൂടെ നിങ്ങൾ ചെയ്യുന്ന ക്ലിനിക്കൽ പ്രാക്ടീസ് ആണ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന 12 months ഓഫ് പ്രാക്ടീസ് ആണ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത കാര്യം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഒരു കൺട്രിയിൽ പഠിക്കുമ്പോൾ ആ കൺട്രിയിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട്. അതായത് അവിടുത്തെ സ്റ്റുഡൻസിനും നിങ്ങൾക്കും ഒരുപോലെ തന്നെ ആ കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്ന അതോറിറ്റി നിങ്ങൾക്കും അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നൽകണം. അതാണ് അടുത്ത കണ്ടീഷൻ. അപ്പോൾ ഇത്രയൊക്കെ കണ്ടീഷൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ഒരു വിദേശ സർവകലാശാല തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്തതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് പുറത്തുപോയിട്ട് ഫേസ് ചെയ്യുന്ന പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസും ഉണ്ട്. ആ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് ഇവർ
ഓരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ്, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതിന്റെ ഒരു അലേർട്ടായിട്ടാണ് അവർ ആ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് കംപ്ലയൻസ് വിത്ത് ഇന്ത്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്, അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാത്ത എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് പല കൺട്രീസിലും എന്നുള്ളതാണ് അവർ സ്പെസിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തത് ഇൻഎഡ്യൂക്കേറ്റ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ. ഓരോ മെഡിക്കൽ കോളേജിനും അതിൻ്റെതായ ഫെസിലിറ്റീസ് വേണം എന്നുള്ളതാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം കംപ്ലൈ ചെയ്യാത്ത പല ഇൻസ്റ്റിറ്റ്യൂഷൻസും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പുവർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ക്ലിനിക്കൽ ട്രെയിനിങ് ഫെസിലിറ്റീസ്, ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ. അതായത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല, എഡ്യൂക്കേഷൻ ക്വാളിറ്റീസും ഇല്ല, അതോടൊപ്പം ക്ലിനിക്കൽ ട്രെയിനിങ് ഫെസിലിറ്റീസും പോറായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും വിദേശ രാജ്യങ്ങളിലുണ്ട്. അടുത്തതാണ് ഇൻസ്റ്റൻസസ് ഓഫ് ഹറാസ്മെന്റ് ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ്. അതായത് പല വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അവർ ഹറാസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സീരിയസ് കൺസേൺ ആണ്. ഇങ്ങനെയുള്ള കുറെ കംപ്ലൈൻസും ഇവിടെ എംബസിയിലും അതോടെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രീസിലെല്ലാം ലഭിക്കുന്നുണ്ട്. അതാണ് അവർ കുട്ടികളെ അലേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രി ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് എക്സസീവ് ഫീസ് ബീങ് ചാർജ്. ഇവിടെ പല കൺട്രീസ് എന്നുള്ള സ്റ്റുഡൻസിനെ ഇവരെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ പല സ്റ്റുഡൻസിനോട് പല ഫീസ് ആയിരിക്കും അവർ ചിലപ്പോൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനോട് വാങ്ങുന്ന ഫീസ് എക്സസീവ് ആണെന്ന് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തൊരു കണ്ടീഷൻ അവർ പറയുന്നതാണ് ഡിനയൽ ഓഫ് റീഫണ്ട് അപ്പോൺ വിഡ്രോവൽ ഫ്രം ദ കോഴ്സ്. നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ചേർന്നതിന് ശേഷം ആയിരിക്കാം അറിയുന്നത് ആ കൺട്രി നിങ്ങൾക്ക് താമസിക്കാനായിട്ട് അവിടെ സാധ്യമല്ലെന്നുള്ളതോ, അതല്ലെങ്കിൽ അവിടുത്തെ ഇപ്പൊ പറഞ്ഞ പോലുള്ള കണ്ടീഷൻസിലുള്ള കോളേജുകളാണ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനൊത്തല്ല അതല്ലെങ്കിൽ അവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വേറെയാണ്, അങ്ങനെയെല്ലാം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് പോരണം എന്നുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും ഇവര് ഫീ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവര് കണ്ടെത്തിയിരിക്കുന്ന അടുത്തൊരു സിറ്റുവേഷൻ. അപ്പൊ ഈ സിറ്റുവേഷൻസിനെല്ലാം കുറിച്ചിട്ടെല്ലാം നിങ്ങൾ അലേർട്ട് ആയിരിക്കണം എന്നാണ് അവര് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അടുത്തത് ഇവര് 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത് ബെലീസ് എന്നുള്ളൊരു കൺട്രിയിലാണ്. ഈ ബെലീസ് നമ്മുടെ മെക്സിക്കോന് അടുത്തുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഈ കൺട്രിയിലുള്ള ഈ 3 കോളേജ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് സെൻട്രൽ അമേരിക്കൻ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ, രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി കൊളംബസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, മൂന്നാമത്തേത് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ്. ഇത് 3ഉമാണ് ബെലീസിലുള്ളത്. അടുത്ത കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. അത് ചിക്രിക് ബ്രാഞ്ച് ഓഫ് താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഈ 4 യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അടുത്ത നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിദേശ സർവകലാശാലയിൽ പോയി പഠിച്ചിട്ട് ഇന്ത്യയിൽ വന്ന് ഇവിടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആവണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് നീറ്റ് എഴുതിയിട്ട് വേണം പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാനായിട്ട്. അതായത് ഇവിടെ എന്താണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, ആ ക്വാളിഫയിങ് എക്സാമിനേഷൻ നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. അതിൽ എത്രയാണ് ക്വാളിഫയിങ് മാർക്ക് അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തത് നിങ്ങൾ പോയ കൺട്രിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമത്തേത് നിങ്ങൾ ഇവിടെ വന്നിട്ട് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ്, ആ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണം. അടുത്തത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സ്റ്റേറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതായത് ത്രൂ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റേറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതുകൂടാതെ നിങ്ങൾ മെഡിസിൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ജോയിനിങ് ഡേറ്റ് തുടങ്ങി 10 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് മിനിമം 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഒരു രജിസ്റ്റേർഡ് അലോപ്പത്തിക് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ അവർ NMCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ NMCയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അതിലവർ അലേർട്ട് നോട്ടീസ് എല്ലാം ഇടും. ഇന്ന കോളേജുകളോ അതല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റികളോ ബാർ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കംപ്ലൈ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതെല്ലാം അവർ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ NMCയുടെ വെബ്സൈറ്റ് വായിച്ചു നോക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻഷിയേറ്റ് റെഗുലേഷൻസ് അറിയണമെങ്കിൽ അത് നിങ്ങൾ ഒന്ന് വെബ്സൈറ്റിൽ അടിച്ചു നോക്കിയിട്ട് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇപ്പൊ ബാർ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ 3-4
യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇതും അവര് 2025 19th മെയ്യില് അവര് അലേർട്ട് നോട്ടീസായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു വിദേശ സർവകലാശാലകളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. അതായത് അവിടുത്തെ ഇന്ത്യൻ എംബസിയോ അതല്ലെങ്കിൽ NMCയുടെ വെബ്സൈറ്റിൽ തന്നെ അവർ ഒരു ഇമെയിൽ ID തന്നിട്ടുണ്ട്. ആ ഇമെയിൽ IDയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ച് തറവായിട്ട് ചെക്ക് ചെയ്ത് അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ പുറത്തു പോയിട്ട് MBBSന് അഡ്മിഷൻ എടുക്കാവൂ. അപ്പൊ ഈ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് www.nmc.org.in എന്നുള്ളതാണ്. ഈ സൈറ്റിന്റെ അഡ്രസ്സും ഇമെയിൽ IDയും ഫോൺ നമ്പറും ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും നിങ്ങൾക്ക് ക്വറി ഉണ്ടെങ്കിൽ. വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസ് അങ്ങനത്തെ ഒരു ഗ്ലോബൽ ഡയറക്ടറി ഉണ്ട്. അതായത് ഈ ലോകത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജസും അതിൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന്. പക്ഷേ അതിന്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ അഡ്രസ്സ് www.wdoms.org എന്നുള്ളതാണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ അവരുടെ വെബ്സൈറ്റ് കണ്ടിട്ട് അത് ഒതന്റിക് ആണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ ചേരാൻ നിൽക്കരുത്. കാരണം അവർ വെബ്സൈറ്റിൽ ചിലപ്പോൾ എഴുതുന്നതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കാണുമ്പോൾ ആക്ച്വൽ സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴും ഇതിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പൊ എനിക്ക് അറിയാവുന്നത് പോലെയല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറുപടി പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താലും മതി. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.